മഹാദുരന്തത്തിന്റെ സൂചന നൽകിയ മുണ്ടക്കയിലെ ആദ്യ ഉരുൾപൊട്ടലിന്റെ ഭീതിക്ക് ഇന്നേക്ക് 4 വർഷം പൂർത്തിയാവുകയാണ്. 2020 ഓഗസ്റ്റ് 7 രാവിലെ 7:50 പുഞ്ചിരിമട്ടത്ത് അന്ന് ഉരുൾപൊട്ടിയത്. അന്ന് 3 വീടുകളും 8 പാടികളും തകർന്നു. ദുരന്തം മുന്നിൽ കണ്ട് പ്രദേശവാസികളായ ഭൂരിഭാഗം പേരെയും മാറ്റി താമസിപ്പിച്ചതിനാൽ ആളപായം പക്ഷേ അന്നുണ്ടായില്ല. എന്നാൽ അന്ന് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട പലർക്കും ഇപ്പോഴത്തെ മഹാദുരന്തത്തിൽ ജീവൻ നഷ്ടമായി. പുത്തുമല ദുരന്തത്തിന്റെ 1-ാം വാർഷികത്തിന് 2 ദിനം മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു അന്ന് ഉരുൾപൊട്ടിയത്. വാർത്തയറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും ദുരന്ത നിവാരണ അതോറിറ്റിയുമൊക്കെ സ്ഥലത്തേക്ക് കുതിച്ചു. റിസോർട്ട് മേഖലയിൽ കുടുങ്ങിക്കിടന്ന കുട്ടികൾ ഉൾപ്പെടെ 10ഓളം പേരെ അതിസാഹസികമായാണ് അന്ന് രക്ഷപ്പെടുത്തിയത്. പുഴക്ക് കുറുകെ NDRF സംഘം വടം കെട്ടിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ആ രക്ഷപ്പെടുത്തിയവരിൽ ചിലർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴത്തെ ദുരന്തത്തിൽ മരണപ്പെട്ടു. പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടുമെന്ന ആശങ്കയിൽ മുണ്ടക്കയിലെ പാടിയിലേക്ക് മാറി താമസിച്ചവരിൽ ചിലരാണ് ഇപ്പോൾ മരണപ്പെട്ടത്. കൃഷിഭൂമി ഉൾപ്പെടെ വ്യാപകമായി അന്ന് ഒലിച്ചുപോയി. അതേ ഉരുൾപൊട്ടലുണ്ടായ ഇടത്താണ് ഇത്തവണയും വൻതോതിൽ ഉരുൾപൊട്ടിയത്. അന്നത്തെ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ഗവൺമെന്റ് LP സ്കൂളിന് സമീപത്തെ പാലവും തകർന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പാലമായിരുന്നു അത്. പാലം തകർന്നതോടെ പുഴക്കക്കരെയുള്ള 40ഓളം കുടുംബങ്ങളും ഒറ്റപ്പെട്ടിരുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.